യൂണിഫോം ധരിക്കാത്തതിന് കൺസെഷൻ നൽകാത്തത് ചോദ്യം ചെയ്ത് രക്ഷിതാവിനെ മർദ്ദിച്ച് ബസ് തൊഴിലാളികൾ. തൃശ്ശൂരിലാണ് സംഭവം. ഇതിൻ്റെ വിവരങ്ങളുമായി അനീഷ് ആന്റണി ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. അനീഷ്, എന്തായിരുന്നു സംഭവം? അജിംഷാദ്, ഇന്നലെ രാവിലെ സ്കൂൾ തുറന്ന അന്ന് ഇന്നലെ രാവിലെയാണ് സംഭവം. മരൂട്ടിച്ചാലിൽ നിന്നും മാന്നാമംഗലത്തെ സെന്റ് സെബാസ്റ്റ്യൻസ് സ്കൂളിലേക്ക് പോയ എട്ടാം ക്ലാസ് പഠിക്കുന്ന വിദ്യാർത്ഥിനിൽ നിന്നാണ് യൂണിഫോം ധരിച്ചില്ല എന്ന കാരണം പറഞ്ഞ് ഫുൾ ചാർജ് എന്ന നിലയിൽ 13 രൂപ ഈ ബസ്സിലെ കണ്ടക്ടർ ഈടാക്കിയത്. ഈ റൂട്ടിൽ ഓടുന്ന കാർത്തിക എന്ന ബസ്സിലെ കണ്ടക്ടറാണ് ഈ കുട്ടിയിൽ നിന്നും 13 രൂപയായ ഫുൾ ചാർജ് ഈടാക്കിയത്. ഈ സംഭവത്തിന് ശേഷം ഈ വിദ്യാർത്ഥിനി വീട്ടിൽ ചെന്ന് രക്ഷിതാവിനോട് വിവരങ്ങൾ പറഞ്ഞു. തുടർന്ന് രക്ഷിതാവ് വൈകിട്ടോടെ ഈ ബസ് വരുന്നത് നോക്കി ബസ് നിർത്തിച്ച് ബസ്സിലെ കണ്ടക്ടറോട് ഈ കാര്യങ്ങൾ ചോദിച്ചു. ഫുൾ ചാർജ് ഈടാക്കിയ സംഭവം ചോദിച്ചതിനെ തുടർന്നാണ് ഈ സംഘർഷം ഉണ്ടായത്. ബസ്സിലെ കണ്ടക്ടറായിട്ടുള്ള അഖിൽ എന്ന് പറയുന്ന ആൾ ഈ രക്ഷിതാവിനെ മർദ്ദിച്ചു എന്നാണ് രക്ഷിതാവ് പറയുന്നത്. സജി എന്ന ആൾക്കാണ് മർദ്ദനമേറ്റത്. ഈ മർദ്ദനത്തെ തുടർന്ന് സജി ഒല്ലൂർ പോലീസിൽ പരാതി നൽകി. സംഭവം കണ്ട് ഈ സ്ഥലത്തുണ്ടായിരുന്ന നാട്ടുകാര് ബസ് ഇട്ടു. ഇതേ തുടർന്ന് സ്ഥലത്ത് സംഘർഷാവസ്ഥയുണ്ടായി. തുടർന്ന് ഒല്ലൂർ പോലീസ് വിവരം പറഞ്ഞ ഒല്ലൂർ പോലീസ് സ്ഥലത്തെത്തി ഈ ബസ് കസ്റ്റഡിയിലെടുത്തു. ഇതിനുശേഷമാണ് ഈ കുട്ടിയുടെ രക്ഷിതാവ് സജി ഒല്ലൂർ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. അത് ഈ മർദ്ദനത്തിൽ സജി ആശുപത്രിയിലെത്തി ചികിത്സയും തേടിയിട്ടുണ്ട്. ഈ സംഭവത്തെ തുടർന്ന് ഈ കുട്ടിയുടെ രക്ഷിതാവിന്റെ പരാതിയെ തുടർന്ന് ഒല്ലൂർ പോലീസ് കണ്ടക്ടർ വെട്ടുകൽ സ്വദേശി അഖിലിനെതിരെ കേസെടുത്തിട്ടുണ്ട്. ബസ് ഇപ്പോഴും ഒല്ലൂർ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അജിംഷാ വിവരങ്ങൾ നൽകിയ തൃശ്ശൂരിൽ യൂണിഫോം ഇടാത്ത വിദ്യാർത്ഥിനിക്ക് കൺസെഷൻ അനുവദിച്ചില്ല. ചോദ്യം ചെയ്ത രക്ഷകർത്താവിന് മർദ്ദനം. തൃശ്ശൂരിലെ കാർത്തിക ബസ് കണ്ടക്ടറാണ് മർദ്ദിച്ചത്. ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തു. ബസ് കസ്റ്റഡിയിലുമാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം വേഗം തിരിച്ചെത്താം.